जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। ജന്മ കർമ്മ ചമേ ദിവ്യം. ഭഗവാനുടെ ലീലകളെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, ദിവ്യമായിട്ടുള്ള ലീലകളാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ സ്ഥാപിക്കുന്നവർ ഈ ശ്ലോകത്തിൽ. അതുമാത്രമല്ല, നമുക്ക് അത് ഭൗതികമായിട്ടൊരു കാര്യമായിട്ട് നമ്മൾ കഥ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നത്, ഈ ഭൗതിക ലോകത്തിലെ പലവിധമായ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ചില പേര് ഈ ഫിലിംസ് അതൊക്കെ കണ്ടിട്ട് ഓരോരോ കഥകൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ പുരാണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പൗരാണിക കഥകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. മൂവീസ് ഫിലിംസ് എല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയ കഥകൾ ആരോ ഉണ്ടാക്കിയതാ, അത് നടന്നതല്ല. ചിലപ്പോൾ നടന്ന കഥകളുണ്ടാവും, ഹിസ്റ്റോറിക്കൽ കഥകളുണ്ടാവും. അങ്ങനെയൊക്കെ വാസ്തവത്തിൽ നടന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ കഥകൾ ഉണ്ടാക്കുകയാണ് പുതിയതായിട്ട്, സ്പെഷ്യലായിട്ട്. ഇപ്പം ഞാൻ ട്രാൻസ്ലേഷനൊക്കെ ഭഗവത്ഗീത, ഈ നമ്മുടെ പ്രഭുപാദ പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പല സ്കോളേഴ്സിനൊക്കെ കാണാൻ പോയപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ബുക്ക് A.V. ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്കോളറായിരുന്നു, അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ചെറിയ പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കാണാൻ പോയപ്പോൾ പല വർഷങ്ങൾ, ഒരു 30 വർഷങ്ങൾ മുമ്പ്, ഞാൻ അപ്പോഴും എനിക്ക് മലയാളം സംസാരിക്കാൻ തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് വി വോണ്ട് യു ടു ട്രാൻസ്ലേറ്റ് ദിസ് എന്ന് ചോദിച്ചു. പ്രൊഫസർ A.V. ശങ്കരനാണ്, റിട്ടയർഡാണ്, പക്ഷേ വലിയ ലേഖക്കാണ്, ഓത്തർ. അപ്പോൾ എന്നെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങളാണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ 18,000 ശ്ലോകങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുരാണം എഴുതുന്നുണ്ട്, പിന്നെ 36,000 ശ്ലോകമാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരാണം എഴുതുകയാണ്, അത് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? പുരാണം എന്ന് പറഞ്ഞാൽ അത് നടന്ന ഒരു സ്മൃതി ശാസ്ത്രം എന്നൊക്കെ പറയും നമ്മൾ. അതിന് റെക്കോർഡൊക്കെ ഉണ്ട്, പല പേര് സംസാരിച്ചിട്ട് ആ നടന്ന ഇതെല്ലാം പതുക്കെ സ്മൃതി ശാസ്ത്രമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണത് ഇതാ നിങ്ങൾക്കറിയില്ല, ഈ ഭാഗവതം ആരോ എഴുതിയതാണ് എന്നെ പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതല്ലേ നേരെ വിപരീതമായിട്ട് പറയുന്നത്. ഇയാളെ നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഈ സർവീസ് കൊടുക്കണമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഡിവോട്ടീസൊക്കെ അയാളുടെ എന്തെങ്കിലും കൊടുക്കുമോ, നമ്മൾ പബ്ലിഷ് ചെയ്യില്ല, അയാൾ ശരിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ആഴ്ചയിൽ ഒരു 2 പേജ് എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ചെന്നിട്ട് അയാൾക്ക് എന്തോ പ്രസാദം കൊടുത്തിട്ട് അയാൾ പറയുന്നതൊക്കെ കേൾക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കും, അയാൾ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. എനിക്ക് ചാർജസ് ഫീസൊന്നുമില്ല, പക്ഷേ എൻ്റെ ചാർജ് വന്നിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന്. 36,000 ശ്ലോകത്തിൻ്റെ പൗരാണം ഞാൻ എഴുതുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ എൻ്റെ അടുത്ത് ചോദിച്ചു. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ SES എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടി. അത് കിട്ടി, ട്രാൻസ്ലേഷൻ കിട്ടിയിട്ട് ഞാൻ പോയിരുന്നപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു നമ്മുടെ ഡിവോട്ടീസിനടുത്ത്. ചെക്കിങ് ചെയ്യുന്നത് വളരെ നല്ല ഡിവോട്ടീസാണ്, നന്നായിട്ട് ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞ ഒരു ഡിവോട്ടീസാണ്, അവർക്ക് നന്നായിട്ട് ട്രാൻസ്ലേഷനൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ A.V. ശങ്കരൻ പ്രൊഫസറാണ്. ഇങ്ങനെ പറഞ്ഞു അയാൾ എന്നെ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ, നീ ഭഗവത്ഗീതയിൽ അറിയോ പ്രഭുപാദ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീഷു ദുഷ്ടാഷു വാർഷ്ണേയ
ജായത്തെ വർണ്ണശങ്കര എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. ഇയാൾ വന്നിട്ട് വർണ്ണശങ്കരൻ വിളിച്ചാൽ മതി. AV ശങ്കരനല്ലോ, വർണ്ണശങ്കർ. ഇയാളുടെ ട്രാൻസ്ലേഷൻ യൂസ്ലെസ്സാണ്, ഞങ്ങളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു അല്ല, എന്തേ ഗോവർദ്ധൻ പൂജ. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇവിടെ കൺഫേമായി കിച്ചണിലിരുന്ന്. അപ്പോൾ അവർ പറയുന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പാടില്ല, എന്തായെങ്കിലും ഉപയോഗിക്കണം. അയാൾ ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിട്ടിട്ട് AV ശങ്കർ ഇട്ട് എല്ലാം മാറ്റിയകത്ത് നമ്മുടെ ഡിവോട്ടീസ് പറഞ്ഞിരിക്കുന്നില്ല. സോ ഞാൻ ഇതെന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഉണ്ടാക്കിയ കഥയല്ലാതെ ഇത് കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീച്ച രമന്തീച്ച എന്ന് ഭഗവാൻ തന്നെ പറയുന്ന എൻ്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഈ ലീലകളിനെ കുറിച്ച് എല്ലാവർക്കും അത് കേൾക്കുന്നത് വലിയ രസമാണ്. തുഷ്യന്തി തൃപ്തി, രമന്തി അവർ വലിയ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റ് അവർക്കുണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാമാണ് പറയുന്നത് ഭഗവാൻ തന്നെ. ഭഗവാനുടെ ലീലകളിനെ കുറിച്ച് ഭഗവാൻ തന്നെ സംസാരിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എന്തിനാ? അത് വന്നിട്ട് പരമസത്യമാണ്, ആബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പോൾ പരബ്രഹ്മൻ അദ്ദേഹം വന്നിട്ട് ഈ ഭൗതിക ലോകത്തിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. അപ്പോൾ നമ്മൾ വിനാശായ ദുഷ്കൃതം മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭഗവാന്റെ അടുത്ത്. മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഭഗവാനെ ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് ഇവിടെ വരൂ, ഹിരണ്യകശിപു നിങ്ങളെല്ലാം പുറത്താക്കി, ഞങ്ങൾക്ക് ഒരു പൊസിഷനും പദവിയും ഒന്നുമില്ല, ഞങ്ങൾ ജോലിയില്ലാതെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ആ പദവി വീണ്ടും വേണം, ഓം സഹസ്രശീർഷ പുരുഷ എന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാം ചെന്നിട്ട് ഭഗവാനെ സ്തുതിക്കും. അതേപോലെ ഓരോരോ സമയത്തിലും ഹിരണ്യകശിപു വന്നു, രാവണൻ വന്നു, കംസൻ വന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കും ഭഗവാന്. തിരിച്ച് അവരെ ഇരുന്നിട്ട് ജാലിയായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഒരു വിധമായിട്ടുള്ള ഭഗവാനുടെ ലീലകൾ. പോഷണം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ പോഷണം, നറിഷിങ്. അപ്പോൾ അത് ഭഗവാന് ചെയ്യുന്നത് വേറെ മാതിരിയാണ്. ഭഗവാനുടെ ഡ്യൂട്ടി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒന്ന് വന്നിട്ട് വിഷ്ണു. ആ ത്രിമൂർത്തികളിലെ വിഷ്ണുവിലിരുന്ന് വരുന്ന അവതാരങ്ങളാണ് ഇവരെല്ലാം. ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭഗവാനുടെ ഇനിയൊരു ലീലയുണ്ട്. ഭഗവാനുടെ ശുദ്ധ ഭക്തന്മാരിനു കൂടെ ലീലകൾ ചെയ്യുന്നുണ്ടല്ലേ, അത് ഈ കാറ്റഗറിയിലല്ല, വേറെ ഒരു കാറ്റഗറിയിലാണ്. ഭഗവാൻ അതിൽ ചിലപ്പോൾ ചെറിയതായിട്ട് അകാസുരവധം പൂതനവധം ഒക്കെ നടക്കുന്നത്. പക്ഷേ ആചാര്യന്മാരെന്ത് പറയുന്നത്, അതെങ്ങനെ വൃന്ദാവനത്തിനകത്ത് അസുരൻ വന്നു? അങ്ങനെയൊന്നും വരാൻ സാധിക്കില്ല. അത് വെറുതെ ലീലയാണ് ഭഗവാൻ ചെയ്യുന്നത്. അത് ദിവസം ഒരു അസുരനെ കൊന്നു ഭഗവാൻ. പിക്നിക്ക് പോലെയാണ്, പോവും ദിവസം, പശുക്കളൊക്കെ കൂട്ടിക്കൊണ്ട് പോവും, ഗോപന്മാരിന് കൂടെ പോവും, ഒരു അസുരനെ വധം ചെയ്യും. അവിടെ ഹീറോ പോലെ അത് കൊന്നിട്ട് പിന്നെ എല്ലാവരും സെലിബ്രേഷൻ ചെയ്യും, ആ ഹൂ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കഴിക്കും, വനഭോജനം കഴിഞ്ഞിട്ട് എല്ലാവരും വരും. ദിവസമാണ്, ഡെയിലി ഒരു പടം കാണുന്ന പോലെ, ഡെയിലി ഒരു മൂവി കണ്ടാൽ എനിക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ചില പേര് വിചാരിക്കുന്നു. ദിവസം ലൈവ് ഷോ ആണ് അവർക്ക്. ലൈവ് പടമല്ല, ലൈവായിട്ട് കാണാൻ പറ്റും അവർക്ക്. ഗോപന്മാർ കാണും. പിന്നെ എല്ലാവരും എങ്ങനെ കൊന്നു ബകാസുരനെ, എങ്ങനെ കൊന്നു അകാസുരൻ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് അവർ തിരിച്ചു വരും. ഭഗവാൻ ലീല ഉണ്ടാക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആനന്ദം വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാൻ അവരുടെ ശുദ്ധഭക്തന്മാർ, എസ്പെഷ്യലി വ്രജവാസികൾ കൂടെ ആ ചെയ്യുന്ന ലീലകൾ പ്രത്യേകമായിട്ടുള്ള ഒരു ലീലയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓർഡിനറി, സ്പെഷ്യൽ. പിന്നെ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഓരോരോ അസുരന്മാരെ വധിക്കുന്നത് അത് വേറെ മാതിരി ഒരു ലീലയാണ്. അവരുടെ റിക്വസ്റ്റാണ്, ദേവന്മാർ ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടല്ലേ, ഈ അസൈൻമെൻറ്റിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മെയിൻ്റനൻസ് കാര്യം വിഷ്ണു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നപ്പോൾ ഈ അസുരന്മാരെ അവിടെയും കൊല്ലും.
അത് വേറെ മാതിരിയാണ്. പക്ഷേ വൃന്ദാവനത്തിൽ ചെന്നിട്ട് ഭഗവാൻ ഗോവർദ്ധന ലീല, ബ്രഹ്മ വിമോഹന എന്തായി ബാറ്ററി പോയി, ബാറ്ററി ഗോൺ. വന്നു തിരിച്ച്. ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റും? ഇത് ശബ്ദം ഈ ലീലയുടെ നടുവിലായി അൺനെസസറി ശബ്ദം, ഡിസ്റ്റർബൻസ് ഫോർ ദ ലീല. സോ അങ്ങനെ ഹലോ വീണ്ടും പോയി. അതിന് എന്തോ കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇത് ഓക്കെ, ഇത് നോട്ട് ഓക്കെ. നോ മാജിക് ടച്ച്, നിങ്ങളെ മാജിക് ടച്ചാണ്. എത്ര നേരം നിൽക്കുന്നത് നോക്കാം, ടച്ച് ചെയ്യാതിരിക്കും. ദാറ്റ്സ് ഓൾ, ഓവർ. മാജിക് ടച്ച്. ഞാൻ വിചാരിച്ച പോലെ മാജിക് അല്ല. ദാറ്റ് യു കനോട്ട് പുട്ട് ഹിയർ. നോ, അത് എടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഇടുന്നു, ഇതും എടുക്കാൻ സാധിക്കില്ല. ഞാൻ കയ്യിൽ പിടിച്ചോളാം. ഓക്കെ, സോ ഇതെടുക്കോ, സൈഡിലേക്ക്. ലീവ് ഇറ്റ്. ഡോണ്ട് വറി, ലീവ് ഇറ്റ്. യെസ്, ഇതുണ്ടല്ലേ, അത് ആവശ്യമാണ്. സോ ഞാൻ എന്ത് പറഞ്ഞു? ദിവസം ഓരോരോ അസുരനെ വധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാ റെക്കോർഡിലും നമ്മൾ ഈ ദിവസം എങ്ങനെ ചെയ്തു എന്ന് നോക്കാൻ സാധിക്കില്ല. ആ ലിസ്റ്റില്ല. ചില സ്പെഷ്യൽ അസുരന്മാരുടെ ലീല മാത്രം പറഞ്ഞിട്ടില്ല. ശുക്കദേവ മഹാരാജ്, ശുക്കദേവ ഗോസ്വാമി. സോ ഓരോരോ സ്ഥലത്തിൽ ഓരോരോ പ്രാവശ്യം ഭഗവാൻ വിധവിധമായിട്ടുള്ള ലീലകൾ. ഇതിദൃക്ഷ്വ ലീലാഭിർ ആനന്ദകുണ്ടേ സ്വഘോഷം നിമജന്തം ആഖ്യാപയന്തം തദീഷിതാഗ്നേഷു ഭക്തൈർജീതാത്വം പുനഃപ്രേമതസ്ഥം സദാവൃത്തി വന്ദേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദിവസം ദാമോദര അഷ്ടകത്തിൽ പാടുന്നുണ്ടല്ലേ. സോ മെനി ഡിസ്റ്റർബൻസസ്. ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ഒന്നിലെ മൈക്ക് ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോൺ ഓണാവും. ഹലോ, ആരുടെ ഫോൺ അറിയില്ലേ? ഇല്ല, അത് എടുത്ത് അങ്ങ് അവിടെ വെച്ചാൽ മതി, ബാക്കിലോട്ട്. ഇറ്റ് വിൽ സ്റ്റാർട്ട് റിംഗിങ് അഗൈൻ. Just keep it inside. So, every time I'm forgetting what I'm telling. So many disturbance. അത് കഴിഞ്ഞു, നിങ്ങൾ മറന്നുപോയി. What was I saying? എന്തുവേ? ഇതിദൃക്സ്വലീലാഭിർ ആനന്ദകുണ്ടേ. ഇങ്ങനെ ഭഗവാന് വിധവിധമായിട്ടുള്ള ലീലകൾ ചെയ്തിട്ട് ആനന്ദകുണ്ടേ, എല്ലാവരും അതിനെ മുങ്ങുക ഈ ആനന്ദകുണ്ടത്തിൽ. വ്രജർജന രഞ്ജന, വ്രജത്തിലിരിക്കുന്ന വ്രജവാസികളിന് വേണ്ടിയിട്ട് അവരുടെ രഞ്ജനം, അവരുടെ എൻജോയ്മെൻറ്റ് വേണ്ടിയിട്ട് ഭഗവാൻ ഇതെല്ലാം ചെയ്തു. ഫോർ ദ സേക്ക് ഓഫ് വൃന്ദാവനവാസീസ്, അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ വേണ്ടിയിട്ട്. അതേപോലെ രാസലീല ഭഗവാൻ ഇങ്ങനെ ചെയ്തതാ എക്സ്ക്ലൂസീവ്ലി ഫോർ ഗോപീസ് മാത്രം. ഗോപികളുടെ വേണ്ടിയിട്ട്, ഗോപികളുടെ വസ്ത്രാഹരണം അത് ചെയ്തല്ലേ ആ ലീല ചെയ്തിട്ട് ഭഗവാന് പറഞ്ഞ പോലെ എല്ലാവരും വന്നിട്ട് നഗ്ന സ്ത്രീകൾ ഒരു തുണിയും ഉടുപ്പും ഒന്നുമില്ലാതെ ഭഗവാനെ നമസ്കരിച്ച് ഇതെല്ലാം ചെയ്തപ്പോൾ ഭഗവാന് വലിയ പ്രസന്നമായി. ആക്ച്വലായിട്ട് ആചാര്യന്മാർ പറയുന്നത്, ഇതിന് മുമ്പ് കാത്യായനി എന്ന് പറഞ്ഞ ദേവി, ആ ദേവീനെ ഇവരെല്ലാം പൂജ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചു കാത്യായനി ദേവീൻ്റെ അടുത്ത്, കാലത്ത് നേരത്തെ വന്ന് യമുന നദിയിൽ ആ കുളിർ, എന്താ പറയുക, ആ കോൾഡ് സീസണിൽ വന്ന് കുളിച്ചിട്ട് പിന്നെ നനഞ്ഞ ഇങ്ങനെ തുണികൾ വെച്ചുകൊണ്ട് കാത്യായനി പൂജ ചെയ്തു അവർ.
അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? കൃഷ്ണന് ഭാര്യയായി എനിക്ക് ഭർത്താവായിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട്, ഐ വാണ്ട് ടു ഗെറ്റ് കൃഷ്ണ ആസ് മൈ ഹസ്ബൻഡ്. എല്ലാവരും ചേർന്നിട്ട് പ്രാർത്ഥന ചെയ്യും. ഒരാളിന് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്നിട്ട് കോമൺ ആയിട്ട് പ്രാർത്ഥിച്ചു. സ്ത്രീകളെല്ലാവരും ചെന്നിട്ട് ചെയ്യുന്നു. വളരെ ഇന്നസെൻറ്റ് സിമ്പിളായിരുന്നു അവരെല്ലാവരും. അപ്പോൾ ഭഗവാന് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നഗ്ന സ്ത്രീകളാകെ വരാൻ പറഞ്ഞു. ഈ നഗ്ന സ്ത്രീകൾ വന്നിട്ട്, ഒരു നഗ്ന സ്ത്രീ വന്നിട്ട് ഹസ്ബൻഡിന് മുമ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ കൃഷ്ണന് മുമ്പ് അവരെല്ലാവരും വന്നതുകൊണ്ട് അവർ കാത്യായനി ദേവിനെ ചോദിച്ച പോലെ ഹി ആക്റ്റഡ് ആസ് ദ ഹസ്ബൻഡ് ബിക്കോസ് ദേ ഓൾ കെയിം നേക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അത് കണ്ടിട്ട് ഇത്ര ഒബീഡിയൻ്റായിട്ട് ഇവരെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗോപികളടുത്ത് പറയുന്നു. ആ സമയത്തിലെ ഒരു കോൺവെർസേഷനും ഉണ്ടായിരുന്നു അവിടെ. കൃഷ്ണനടുത്ത് അവരെല്ലാം ഈ കുളത്തു നിന്ന് പറഞ്ഞു, കൃഷ്ണ ഇങ്ങനെയൊക്കെ ചെയ്യരുത്, ഞങ്ങൾക്ക് ഉടുപ്പില്ലാതെ നിങ്ങൾ പുറത്ത് വരാൻ സാധിക്കില്ല കേട്ടോ, ഇതെല്ലാം ചെയ്യരുത്, ഞങ്ങൾ ചെന്നിട്ട് നന്ദമഹാരാജിനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. നന്ദമഹാരാജ് എന്ത് കാണിച്ചു, അയാൾ വയസ്സനാ എന്ന് പറഞ്ഞു, അയാൾക്ക് വയസ്സായി, അയാളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് ചോദിച്ചു. അവിടെ നിന്ന് മുകളിൽ മരത്തിൻ്റെ മുകളിലിരുന്ന് തുണികളൊക്കെ വെച്ചുകൊണ്ട് അതിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തോളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, അയാൾ വയസ്സനാ, അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും ചിരിച്ചു. ഫസ്റ്റ് ചിരിച്ചിട്ട് പിന്നെ സീരിയസ് ആയി, നിങ്ങൾ വരയ്ക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ഭയങ്കര ടെമ്പറേച്ചറെല്ലാം കുറവാണ് അവിടെ, നിങ്ങൾ തുണി തരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുമെന്ന് പറഞ്ഞപ്പോൾ അത് രോഗം വന്നാൽ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, ഫസ്റ്റ് നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കുവാദം നടന്നുകൊണ്ട്. പിന്നെ കംസനടുത്ത് ഞങ്ങളെല്ലാം ചെന്നിട്ട് മധുരയിൽ ചെന്ന് കംസനടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും. ചെയ്തോളൂ, വെരി ഗുഡ്, കംസനടുത്ത് അയാളെ കുറച്ച് ശരിപ്പെടുത്തണേ, എനിക്കും ഒന്ന് ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മാതിരി പറഞ്ഞു. ഇങ്ങനെ എന്ത് പറഞ്ഞെങ്കിലും അവർ കളി ഉത്തരം പറഞ്ഞു കൃഷ്ണൻ. അപ്പോൾ അങ്ങനെ എല്ലാം കോൺവെർസേഷൻസ് ലൈറ്റായിട്ട് നടത്തി. ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇവർക്ക് കൃഷ്ണനക്ക് അറിയും ഇവരെല്ലാം ഞാനങ്ങനെ സംസാരിച്ച ഒരു ജോക്കൊക്കെ ചെയ്താൽ ഈ സ്ത്രീകളിന് വലിയൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് അവർ വളരെ സിൻസിയറായിട്ട് കൃഷ്ണൻ പറഞ്ഞ പോലെ വന്ന് ചെയ്തപ്പോൾ ഉടുപ്പെല്ലാം കൊടുത്തു, ഡ്രസ്സസ് എല്ലാം കൊടുത്തിട്ട് കൃഷ്ണന് ഇമോഷൻ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത്, എൻ്റെ ശുദ്ധ ഭക്തന്മാരാണ് അവരെ എന്ന് പറഞ്ഞിട്ട്, ഓ ഗോപികളെ, ഞാൻ നിങ്ങളുടെ ഈ ഭക്തി കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷമാണ്, നിങ്ങളുടെ സിൻസിയർ ഡിവോഷൻ എനിക്ക് വലിയ സാറ്റിസ്ഫൈങ് ആണ്, വലിയ തൃപ്തിയാണ്. ഇതായത് കൊണ്ട് നിങ്ങൾ ഇത്രയും ചെയ്തല്ലേ എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ പോലെ വരും കാലത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യും, ഞാൻ രാസലീല, ആ ലീല സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരിന് വേണ്ടിയിട്ടും ഞാൻ പേഴ്സണൽ അസോസിയേഷൻ തരുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സങ്കല്പം എടുത്തു കൃഷ്ണൻ. അവരത് ശരി എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ടാണ് വംശി വെട്ടിലിരുന്ന് ഫ്ലൂട്ട് അടിച്ചു. പല്ലാങ്കുഴ കഴിച്ചപ്പോൾ ഈ ഗോപികളെല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളടുത്ത് ഇതാണ് സമയം എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാം ഓടിയിട്ട് വന്നു എല്ലാ സ്ഥലത്തു നിന്നും. ഗോപികളെന്ന് പറഞ്ഞ 10, 15, 30, 100, 150 പേരല്ല, ലക്ഷക്കണക്കാണ്, കോടിക്കണക്കാണ് ഗോപികളാണ് വന്നത് ഇവിടെ. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്മോൾ എമൗണ്ട്. ഗോപ്പന്മാർ ദിവസം പോകുന്നില്ലേ, ഇറ്റ് ഈസ് നോട്ട് 1000 പേര് 2000 പേരല്ല, ലക്ഷക്കണക്കാണ് ഗോപ്പന്മാരാണ് പോകുന്നത് ദിവസം പശുക്കളിന് കൂടെ. നന്ദമഹാരാജിന് 9 ലക്ഷം പശുക്കൾ. ഇപ്പോൾ ഈ നമ്പേഴ്സിൽ ഇപ്പോൾ കണ്ടാൽ നമുക്ക് കൺഫ്യൂസ് ആവും, അതായത് കൊണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കലിയുഗത്തിൽ ചെറിയ നമ്പേഴ്സ്, ചെറിയ സ്ഥലം, ചെറിയ മനസ്സ്, ചെറിയ കാര്യങ്ങൾ, അതിനകത്ത് ഈ വലിയ പാസ്റ്റ് ടൈം കൃഷ്ണൻ്റെ ലീലയിൽ ചിലപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മലയെ തൂക്കിയ ഭഗവാൻ, അയ്യോ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ശ്രദ്ധയെല്ലാം ഇത്രയാണ്, അതിനകത്ത് ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചുണ്ടി വിരൽ തൂക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാം കലിയുഗത്തിലെ ചെറിയതാണ്. മന്ദ സുമന്ദമത്തയോ മന്ദഭാഗ്യഹി ഉപാദൃത എന്ന് പറയുന്നുണ്ടല്ലേ ഭാഗവതത്തിലെ. പ്രായേൻ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ. നമ്മുടെ മനസ്സ് എല്ലാം ചെറിയതാണ്, കോൺഷ്യസ്നെസ്സും ചെറിയതായി പോയി.
വിസ്താരമായിട്ട് ആ കാലത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ അല്ല. പക്ഷെ ഭഗവാന്റെ ലീലകൾ അതിനേക്കാളും കൂടുതൽ വിസ്താരമാണ്, അതിനേക്കാളും കൂടുതൽ വിസ്താരമാണ്. സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, അതിന് നമ്മളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഭഗവാന് പറഞ്ഞത് ഐ വിൽ ഡു ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ രാസലീലയിലെ ഭഗവാൻ ഓരോരോ ഗോപിന്ന് കൂടെയും ഉണ്ടായിരുന്നു. ഹു എക്സ്പാൻഡഡ്. എത്ര കൃഷ്ണന്മാരായിരിക്കും ഇപ്പോൾ? ഹൗ മെനി കൃഷ്ണാസ് വിൽ ബി ദേർ? കോടിക്കണക്കാണ് കൃഷ്ണ. ബട്ട് ഓരോരോ ഗോപി വിചാരിച്ചു കൃഷ്ണൻ എൻ്റെ കൂടെ മാത്രം ഡാൻസ് ആടുന്നത്, മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഇല്ല, എൻ്റെ കൂടെ മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഹി ടച്ച് ദ ഗോപീസ്, ഹി കിസ്ഡ് ദ ഗോപീസ്, ഹി എക്സ്ചേഞ്ച്ഡ് ഈ വാട്ട് യു സേ ഫോർ വെത്തല പാക്കൊക്കെ ചൂ ചെയ്യുന്നത് പാൻ, അതെല്ലാം അങ്ങോട്ട് വായെടുത്ത് കൊടുത്തു. ഇത് വളരെ ഇൻറ്റിമേറ്റായിട്ട് അവർക്ക് അസോസിയേഷൻ കൊടുത്തു. പക്ഷേ ഇത് പല പേര് ഇത് വായിക്കുന്നപ്പോൾ കൊല്ലാം, ഞാനങ്ങനെ ചെയ്യട്ടെ, ഞാൻ റാസലീല എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യും എൻ്റെ ഭാര്യ എന്ന കൂടെ, അല്ലെങ്കിൽ കൂടുതൽ എല്ലാ ഭാര്യകളും ചേർന്നിട്ട് വിളിച്ചിട്ട് നമ്മൾ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ ഇത് ഭൗതികമായിട്ടുള്ള ആലോചനയാണ്, ഇത് ഭൗതികമായിട്ടുള്ള വിചാരമാണ്. അങ്ങനെയല്ല അത്. ഇവർ ഗോപികളെല്ലാം 7 വയസ്സേ ഉള്ളൂ, ജസ്റ്റ് 7 years old. അവരുടെ മനസ്സിലിങ്ങനെ കാമമായിട്ടുള്ള ആലോചനകളൊന്നുമില്ല. പ്യൂർ ലവ്, ശുദ്ധ പ്രേമമാണ് അവർക്ക് കൃഷ്ണൻ്റെ മുകളിൽ. നോ മെറ്റീരിയൽ കണ്ടാമിനേഷൻ. ഭൗതികമായിട്ട് കാമത്തിൻ്റെ ഒരു വിധമായിട്ടുള്ള ഛായ അതിനില്ല. നത്തിങ്, പ്യൂർ ലവ്. അപ്പോൾ ഈ ലീലകളെല്ലാം അതാണ് ജന്മകർമ്മ ചമേ ദിവ്യം. ഇത് ദിവ്യമായിട്ടുള്ള ലീലയാണ്. ഈ ഭൗതികമായിട്ടുള്ള ബോധത്തിൽ നമ്മളത് കേട്ടാൽ നമുക്കത് മനസ്സിലാവില്ല. വി കനോട്ട് റീച്ച് ഔട്ട്. സോ ദിവ്യമാണ് ലീലകൾ എന്ന് പറഞ്ഞാൽ നമ്മളും കുറച്ച് ദിവ്യമായിട്ടുണ്ടാവണം. അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നന്നായിട്ട് ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അപരാധങ്ങളില്ലാതെ നമ്മൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയതായിട്ട് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. സോ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ട് രാസലീല അവരുടെ കൂടെ ചെയ്തതാണ്. അപ്പോൾ ഗോപികളിലായിട്ട് സ്പെഷ്യലായിട്ട് ഗോപന്മാരിൻ്റെ കൂടെ ദിവസം പോകുന്ന ആ ലീലകളെ എക്സ്ക്ലൂസീവ്ലി ഫോർ ഗോപന്മാർ, അവർക്ക് വേണ്ടിയിട്ട്. ബോയ്സ് ഗേൾസിൻ്റെ കൂടെ, കൃഷ്ണൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ് ഫ്രണ്ട്സും ഉണ്ട്. ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരം ലീലകൾ ചെയ്യും. മോർണിംഗ് ടൈം കാലത്ത് ബോയ്സിൻ്റെ കൂടെ, വീട്ടിൽ വന്നപ്പോൾ അച്ഛനമ്മേൻ്റെ കൂടെ, നന്ദ മഹാരാജ് യശോദാമ്മേൻ്റെ കൂടെ. പിന്നെ ചിലപ്പോൾ ഇൻറ്റൻസായിട്ട് ലീല നടക്കും, സ്പെഷ്യൽ സെഷൻ. യശോദാമ്മ വന്നിട്ട് ഉരലിൽ കട്ടിയിടുന്നത്, അത് ഒരു സ്പെഷ്യൽ സെഷനായിരുന്നു. അന്ന് എല്ലാം കട്ട്, മറ്റത് ഗോപികളും കട്ട്, ഗോപന്മാരും കട്ട്, ഫുൾ ദിവസം ഇത് തന്നെ നടന്നു, വളരെ ഇൻറ്റൻസായിട്ട്. പക്ഷേ ഈ ഗോവർദ്ധൻ ലീല നടന്നല്ലേ, അപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു ഇതെല്ലാം സെപ്പറേറ്റ് എല്ലാം ചേർന്നിട്ട് ഒരു സ്ഥലത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സഖ്യരസം, മാധുര്യരസം, വാത്സല്യരസം 3 ചേർന്നിട്ട് എനിക്ക് ഒരു സ്ഥലത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധന ലീല നടന്നത്. ഗോവർദ്ധന മലയിന് താഴെ 3 രസവും അനുഭവിച്ചതാണ് ഒരേ സമയത്തിൽ ഒരേ സ്ഥലത്തിൽ. അതാണ് ഗോവർദ്ധന ലീല, വളരെ സ്പെഷ്യലാണ്. ഗോപികളുടെ കൂടെ രാസലീല സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. എന്നെ ഗോപന്മാരില്ല, അതിൽ ദേവന്മാരില്ല, ഗോപന്മാരില്ല, ഒരു ആണ് മാത്രമേ ഉള്ളൂ കൃഷ്ണന്, മറ്റെല്ലാ സ്ത്രീകൾ. അതാണ് ചില പേർക്ക് വളരെ അട്രാക്റ്റീവ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ള എല്ലാ പെൺകളുണ്ട്, എന്തൊരു കൃഷ്ണനെ മാത്രമേ ഇത് അനുഭവിക്കേണ്ടതില്ലേ, ഞാൻ അനുഭവിക്കാമെന്ന് പറഞ്ഞിട്ട് ചില പേര് അത് ഒരിക്കലും ആ രസമൊക്കെ കിട്ടില്ല അവർക്ക്. ഇത് കാമമാണ്. പക്ഷെ ഭഗവാൻ ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് ഗോപികളുടെ കൂടെ അവർക്ക് ഒരു റിവാർഡ് കൊടുക്കുകയാണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ യു ആർ സോ സിൻസിയർ ഡിവോട്ടി, നിങ്ങളെല്ലാം വളരെ ശുദ്ധമായിട്ടുള്ള ഭക്തി എനിക്ക് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആ എൻജോയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഭഗവാൻ. സോ ഭഗവാൻ തന്നെ ഈ രാസലീല ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയുന്ന ഗോപിക ഗീതം അവർ പാടിക്കഴിഞ്ഞിട്ട് യമുന നദിയുടെ കിനാരത്തിൽ
അവരിയ്ക്കുന്ന പോയി എവിടെ പോയി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൃഷ്ണന് പ്രകടമാകുന്നു. അവിടെ വന്നിട്ട് വീണ്ടും പറയുന്നത്, ഗോപികൾ നിങ്ങളുടെ ഈ ഭക്തി ഉണ്ടല്ലേ, ഇതിനേക്കാളും കൂടുതൽ വാല്യൂബിളായിട്ട് മൂല്യമിരിക്കുന്ന ഒരു വസ്തു എൻ്റെ അടുത്തില്ല. എൻ്റെ പൊക്കിഷം, എൻ്റെ ട്രഷറി, എൻ്റെ നിധിനകത്ത് ഇങ്ങനെ പോലെ ഒരു ട്രഷർ ഇല്ല. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഈ ഭക്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ തോറ്റു. ഐ എം നോട്ട് ഏബിൾ ടു ഗിവ്. ആ വാല്യൂവിനടുത്ത് എനിക്ക് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഐ ആം ലൂസർ, ഞാൻ ഈ കോമ്പറ്റീഷനിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഭഗവാന് ഗോപികളിലും കൂടെ പറയാണ്. സോ ഇത് ഓരോരോ സ്ഥലത്തിലും ലീലകൾ നടക്കുന്നപ്പോൾ, എസ്പെഷ്യലി വ്രജഭക്തി, ആ ലീലകൾ വളരെ സ്പെഷ്യലാണ്. അതാണ് ഈ മാസത്തിൽ നമ്മൾ അങ്ങനെ ഒരു ലീലകളുടെ സ്മരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു ലീലകൾ സ്മരണം ചെയ്യുന്നത്. ഈ ഗോവർദ്ധൻ ലീല അങ്ങനെയാണ് ഈ മാസത്തിൽ നടന്നത്. ഇംഗ്ലീഷിൽ ഓട്ടം സീസൺ എന്ന് പറയും. അശ്വിനി, കാർത്തിക് ഈ 2 മാസവും. ഡ്യൂറിങ് ദിസ് ഓട്ടം സീസൺ ഭഗവാൻ വന്ന് രാസലീല, ഗോവർദ്ധന ലീല, പിന്നെ ഈ വെണ്ണയെ മോഷ്ടിക്കുന്ന ലീല, അതില്ലാതെ ചില ചെറിയ ലീല പലതും ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ് മാസമാണത്. അപ്പോൾ ഈ ഗോവർദ്ധന ലീല എന്ന് പറയുന്നത് ഭഗവാൻ ചെയ്തത് പല കാരണങ്ങളാണ്. ഒന്ന് വന്നിട്ട്, എന്തിനാ ഞാനിവിടെ ഇരിക്കുന്നപ്പോൾ കൃഷ്ണൻ പരബ്രഹ്മൻ, പരംധാമ, പവിത്രം, പരമം, ഭവാൻ, പുരുഷം, ശാശ്വതം, ദിവ്യം എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ ആ കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നപ്പോൾ എന്തിനാ ഈ ഗോപന്മാരെല്ലാം വേറേതോ ദേവനെ പൂജ ചെയ്യുന്നത്? പക്ഷേ കൃഷ്ണൻ 7 വർഷത്തും കണ്ടുകൊണ്ടിരുന്നു. അത് എല്ലാ വർഷവും നടക്കുന്ന യാഗമാണ്. പാരമ്പര്യയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദ മഹാരാജും എല്ലാവരും. പക്ഷേ 7 വർഷം ഒന്നും പറഞ്ഞില്ല. ആ സമയത്തിൽ ആ വർഷം വന്നിട്ട് എനിക്ക് ഗോവർദ്ധൻ്റെ മഹിമ എല്ലാവർക്കും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്ദേശം തോന്നി. അപ്പോൾ ആ ലീല തുടങ്ങി. ആ ദിവസം മാത്രം ചെന്നിട്ട് നന്ദമഹാരാജനടുത്ത് സംസാരിച്ചു. ബാബാ, എന്ത് നടക്കുന്നതെന്ന് എല്ലാവരും വളരെ ബിസി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഒന്നും അറിയാതെ മതി, ഒന്നും അറിയാതെ എന്താ നടക്കുന്നത്, ആരാണ് പൂജിക്കുന്നത് നിങ്ങളെ, എന്തിനാ ഈ യാഗം, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ പോലെ സംസാരിച്ചു. അപ്പോൾ ബാബ വന്ന് ശ്രദ്ധിച്ചില്ല. ആ മോനെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഭയങ്കര ബിസിയാണ്. വലിയ വലിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ വലിയ യാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പല ബ്രാഹ്മണന്മാരൊക്കെ വന്നിട്ട് വേദം, യജുർവേദം, സാമവേദമൊക്കെ പാടുന്നവർ. ഓരോരോ സ്ഥലത്തിനും വലിയ ഇതാണ് സ്ഥലം. ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ ഭഗവാനിൻ്റെ തീരുമാനമായിരുന്നു. ഈ യാഗം ഈ സ്ഥലത്ത് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിചാരിച്ച പോലെ നടക്കുന്നത്. ഈ ചാപ്റ്ററിന് മുമ്പ് നിങ്ങൾ ബ്രാഹ്മണ പത്നികളിന് ഭഗവാനുടെ കൃപ കിട്ടുന്ന ആ ലീലയാണ്. ബ്രാഹ്മണ പത്നികളുടെ ലീല കൃപ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയില്ലോ. അത് ഹൗ മെനി നോ ദ പാസ്റ്റ് ടൈം? അപ്പോൾ ബ്രാഹ്മണ പത്നികൾക്കൊക്കെ ഭഗവാനുടെ ആശീർവാദം കിട്ടി, കൃപ കിട്ടി. പക്ഷെ ബ്രാഹ്മണന്മാർ അവരുടെ വൈഫൊക്കെ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, യൂസ്ലെസ് ആണ് നമ്മുടെ ഈ ഡിസിഷൻ, നമ്മുടെ യാഗമും യൂസ്ലെസ് ആണ്, എല്ലാം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ദുഃഖമായി. നമുക്ക് കാണാൻ സാധിച്ചില്ല. ആരെ? കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല, ബലറാമനെ കാണാൻ സാധിച്ചില്ല, ആ സർവീസും ചെയ്യാൻ സാധിച്ചില്ല. അവരോട് വന്നിട്ട് ചോദിച്ചു, നമ്മൾ ഒന്നും ഉത്തരം പറയാതെ വിട്ടു. പക്ഷെ നമ്മുടെ പത്നികളെല്ലാവരും അവർക്ക് ഈ കാര്യം അറിയും. യജ്ഞേശ്വരൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ യജ്ഞത്തിൻ്റെ യജ്ഞേശ്വരൻ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭോക്താറാം യജ്ഞതപസം സർവലോക മഹേശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട്. ആ യജ്ഞത്തിൻ്റെ ഫലം എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ ചാൻസ് മിസ് ചെയ്തു. അല്ല, യജ്ഞം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ തരുന്നത്. ആരാണ് ആ യജ്ഞം ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഭോക്താറാം യജ്ഞതപസം. അത് ആ യജ്ഞേശ്വരൻ വന്നിട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങൾ യാഗം ചെയ്യണമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇവർ പത്നികളെടുത്ത് പോയി. കൃഷ്ണൻ പറഞ്ഞു, പത്നികളെടുത്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ പത്നികൾ ഉടനെ എന്തൂസിയായിട്ടാക്കിയിട്ട് ഉത്സാഹത്തോടെ അവർ വന്നു. എല്ലാ ഭക്ഷണങ്ങളും എടുത്തുകൊണ്ട് വന്നു. യാഗത്തിന് വേണ്ടി ചെയ്ത എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. അവർക്ക് ഫുൾ വിശ്വാസമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ മുകളിൽ.
കൃഷ്ണന് കൊടുത്താൽ എല്ലാം കൊടുത്ത പോലെയാണ്, എല്ലാവർക്കും കൊടുത്ത പോലെയാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കൃഷ്ണൻ എടുത്തു കൊടുത്തു. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർക്ക് ഈ പത്നികൾക്ക് തിരിച്ചു പോവും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം. അവർ യാഗത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സപത്നി സപത്നി യജ്ഞ ശ്ലോകം ഞാൻ മറന്നുപോയി. പത്നീന് കൂടെ ചെയ്യേണ്ടതാ ഇത്, ഭാര്യന് കൂടെ ചെയ്യേണ്ടതാ ഇത്. അത് ചെയ്തെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. അപ്പോൾ യു ഹാവ് റിക്വയർഡ്, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അങ്ങ് പറയുന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടെന്നോ? ആരാണ് ഹസ്ബൻഡ്, ആരാണ് കുട്ടികൾ? നിങ്ങളുണ്ടല്ലോ, എനിക്ക് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവരെല്ലാം സമാധാനം വെച്ച് നീ തിരിച്ചു പോകണം, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. അപ്പോൾ പത്നികളൊക്കെ തിരിച്ചു വന്നപ്പോൾ ബ്രാഹ്മണന്മാരെ ഇവർ കണ്ടിട്ട് പറഞ്ഞു, അവരെ കൂടെ ചേർന്നിട്ട് യാഗത്തെ കഴിച്ചു. യാഗത്തെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് യൂസ്ലെസ്സാണ് നമ്മുടെ യാഗം, നമ്മൾ യൂസ്ലെസ്സാണ്. തലയിൽ ഒരു ഇടി വീഴുന്നത് നമ്മൾ ചാകാൻ വന്നു ബെറ്ററാണ് എന്ന് പറഞ്ഞാൽ അവർ ഓരോന്നും പറയാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്നികൾ ഇനി കൂടുതൽ ബുദ്ധിയാണ്, അവർക്ക് അറിഞ്ഞു എക്സാക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ. പക്ഷെ നമുക്കിപ്പോൾ ചെന്നിട്ട് കാണാൻ പറ്റില്ല. കംസൻ അറിഞ്ഞെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും, പണിഷ്മെൻറ്റ് നമുക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പേടിച്ച് കൃഷ്ണനെ കാണാൻ പോകാൻ സാധിച്ചില്ല അവർക്ക്. ആ ചാൻസ് പോയി. കൃഷ്ണൻ തന്നെ അവിടെ വന്നു, അപ്പോൾ അവർ ചാൻസ് എടുത്തില്ല. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക്. പക്ഷെ പത്നികൾ പോയിട്ട് വന്നു. ഇതായതുകൊണ്ട് അവർക്ക് വലിയ ഫ്രസ്ട്രേഷൻ ആയതുകൊണ്ട് കൃഷ്ണൻ വിചാരിച്ചു, ശരി അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കുക. ആർക്ക്? ആ ബ്രാഹ്മണന്മാർക്കെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൽ യാഗം നടത്തി. നന്ദമഹാരാജ് ആ സ്ഥലത്ത് യാഗം നടത്തുന്ന പോലെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ യാഗം നടക്കുന്നത് ആ ബ്രാഹ്മണന്മാരുടെ ഗ്രാമത്തിലാണ്. അവർക്ക് വീണ്ടും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരാണ് അവിടെ സാമവേദമൊക്കെ പറയുന്നത്. അവർക്ക് കൃഷ്ണൻ കാണാൻ പറ്റുമ്പോൾ അപ്പോൾ കൃഷ്ണ അറേഞ്ച് ഫോർ ദം, അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അറേഞ്ച് ഫോർ ദം. ഇത് ആചാര്യന്മാർ പറയുന്ന. അപ്പോൾ അവിടെ നടക്കുന്ന യാഗത്തിൽ കൃഷ്ണ അവിടെ വന്നിട്ട് നന്ദമഹാരാജ് കിട്ടെ, ആരാണത് യാഗം, എന്തിനാ ചെയ്യുന്നത് നിങ്ങൾ, ഇത് ആവശ്യമുണ്ടോ, ഇതിനെ കാര്യം എനിക്ക് കുറച്ച് അറിയണം എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദമഹാരാജ് ഒന്ന് ശ്രദ്ധിക്കാതെ ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് നമുക്ക് 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ അച്ഛനൊന്നും പറയുന്നപ്പോൾ ഈ യാഗം യൂസ്ലെസ് ആണ്, ചെയ്യണ്ടെന്ന് പറഞ്ഞു. കൃഷ്ണൻ എന്ത് പറഞ്ഞു? എന്തിനാ നമ്മൾ പാരമ്പര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഇന്ദ്രന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞു. എന്താ ചോദ്യം, അതെല്ലാം ഉത്തരം പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പക്ഷേ ഇന്ദ്രനെ ഇതിന് എന്താ പങ്ക്, ഇന്ദ്രൻ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യുന്നില്ല. ഇന്ദ്രൻ വെറുതെ ഒരു ഫ്രാഞ്ചൈസി പോലെയാണ്. ഞാനാണ് മൈവ വിഹിതാൻ ഹീതാൻ എന്ന് ചൊല്ലിയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത്. ആര്? ഭഗവാൻ. ഞാനാണ് കൊടുക്കുന്നത്. ആർക്ക്? ദേവന്മാർക്ക്. ദേവന്മാർ അങ്ങോട്ട് കൊടുക്കുന്നത്. പക്ഷെ ദേവന്മാരിന് സപ്ലൈ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനാണ് കൊടുക്കുന്നത്. മൈവ വിഹിതാൻ ഹീതാൻ. അവർ വെറുതെ നടുക്ക് ഒരു ഏജൻറ്റാണ്. അവർക്ക് ഇതൊന്നും കിട്ടില്ല, അവർക്കൊന്നും മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കില്ല. ഞാനാണ് സൃഷ്ടി ചെയ്യുന്ന ആൾ. നടുക്ക് അവർ ഫ്രാഞ്ചൈസി, ചെറിയ കമ്മീഷൻ അവർക്ക് കിട്ടും. ഇങ്ങനെ ഇവരെല്ലാവരും അവർക്ക് യാഗംല നീ ഓം ഇന്ദ്രായ നമഃ ഓം അതെന്ന് പറഞ്ഞിട്ട് ശരി റെസ്പെക്റ്റ് ചെയ്തില്ലേ, ഓക്കെ ഞാൻ നിനക്ക് തരാം. ചെറിയൊരു ബ്രൈബ്. പ്രഭുപാദ് പറഞ്ഞ ഭാഗത്തിലോ പർപ്പോട്ടിൽ ഇതെല്ലാം കൈക്കൂലിയാണ്. ഇത് ഈ യാഗമൊക്കെ ചെയ്യുന്നത് ദേവന്മാർക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നതാണ്, ബ്രൈബ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഗിവ് ബ്രൈബ് ടു ദ ഡെമിഗോഡ്സ്. വൺ ഷുഡ് വർഷിപ്പ് ദ സുപ്രീം ലോർഡ് ഡയറക്ട്ലി. എന്തിനാ? മയീവ വിഹിതാൻ ഹിതാൻ. ഇത് എവിടെ നിന്ന് കിട്ടുന്നത്? കമ്മിങ് ഫ്രം കൃഷ്ണ. ഡയറക്ട്ലി വർഷിപ്പ് കൃഷ്ണ. പർപ്പോട്ടിൽ എന്താ പ്രഹ്ലാദ് മഹാരാജ ചരിത്രത്തിൽ പ്രഭുപാദ് പറയുന്നത്. സോ ഇവിടെ ആ ഭഗവാൻ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, എന്തിനാ ചുമ്മാ ഇന്ദ്രനെ ശരിക്കുന്ന, ഇന്ദ്രനൊക്കെ യാഗം ചെയ്യേണ്ടതാണ്. ആക്ച്വലായിട്ട് നിങ്ങൾ ഞാനിവിടെ ഇരിക്കുന്നപ്പോൾ എന്തിനാ ഇന്ദ്രയാഗമോ ചെയ്യുന്നത്? ഇന്ദ്രനൊക്കെ കൊടുക്കുന്ന ആൾ ഞാനാണ്. ഇന്ദ്രയാഗം എന്തിനാ ചെയ്യുന്നത് ഈ സ്ഥലത്തിൽ? നമ്മുടെ വ്രജത്തിൽ ഇരിക്കുന്ന വൃന്ദാവനത്തിരിക്കുന്ന എൻ്റെ ഡിവോട്ടീസ് ഇങ്ങനെ ചെയ്താൽ എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു. രണ്ടാമത്തത് ഇന്ദ്രനുടെ അഹങ്കാരം.
ഇന്ദ്രനിക്ക് അഹങ്കാരമുണ്ട്, അഹങ്കാരത്തെ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഇന്ദ്രൻ എങ്ങനെ അഹങ്കാരം? ഭഗവാന് പറഞ്ഞിരിക്കുന്നു, ദേവന്മാരും മനുഷ്യന്മാരും ഈ യാഗവും ചേർന്നിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തായി അഘായൂർ ഇന്ദ്രിയാരാമോ മോഹം പാർത്ത സാ ജീവത്തി എന്ന് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അറേഞ്ച്മെൻറ്റ് ഭഗവാൻ തന്നെ ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ യാഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെയ്യുന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഭഗവാന് പറയുന്നത് ചെയ്യണ്ട, ആക്ച്വലായിട്ട് വൃന്ദാവനത്തിൽ ചെയ്യണ്ട, ഞാനിവിടെ ഇരിക്കുന്നപ്പോൾ അത് ചെയ്യണ്ട, മറ്റേ ആൾക്കാരൊക്കെ ചെയ്യട്ടെ, അവർക്ക് എൻ്റെ മുകളിൽ വിശ്വാസമില്ല. പക്ഷേ വൃന്ദാവനത്തിൽ ഇത് അതുമില്ലാതെ ഈ ഇന്ദ്രനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയല്ലോ, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞിട്ട്, ഇത് വൃന്ദാവനമാണ്, ഇതിലൊന്നും ഭക്തന്മാരാണെന്ന് പറഞ്ഞിട്ട്, അയാൾ ഒരു ദേവനാണെന്ന് അധികം അറിയല്ലോ. അതെല്ലാം അറിഞ്ഞിട്ട് എന്തിനാ ഇവരെടുത്ത് ചോദിക്കുന്നത് യാഗം ചെയ്യുമെന്ന് പറഞ്ഞത്? അവർ യാഗം ചെയ്തെങ്കിൽ അതിനെ സ്വീകരിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് പറയണ്ടേ, ഹലോ നിങ്ങളെല്ലാം വൃന്ദാവനത്തുള്ള വാസികളാണ്, കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട്, എനിക്ക് യാഗം ആവശ്യമില്ല, അങ്ങോട്ട് കൊടുത്താൽ മതി, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സേവ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇന്ദ്രന്. അത് ചോദിച്ചില്ല. ഇന്ദ്രനെ സ്വീകരിക്കുന്ന യാഗം എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞത്. ഇത് അഹങ്കാരമാണ്, അധികം ശരിപ്പെടുത്തുന്നത്. 1, 2 പിന്നെ പല കാരണങ്ങളുണ്ട്, മെയിനായിട്ട് ഈ കാരണങ്ങളായതുകൊണ്ട്. അതുമില്ലാതെ 3-ാമത്തെ കാരണം ഞാൻ പറഞ്ഞത്, എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥലത്തിലെ വൃന്ദാവനവാസികൾ വന്ന് എനിക്ക് അവരുടെ കൂടെ ഐ വാണ്ട് ടു എൻജോയ്, ഈ 3-ാമത്തെ കാര്യമായിരുന്നു. ഇതെല്ലാം ചേർന്നിട്ടാണ് ഗോവർദ്ധന ലീല നടന്നത്. പിന്നെ ബാക്കിയെല്ലാം ഡീറ്റെയിൽസാണ്. ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാതെ എല്ലാം ഡൈവേർട്ട് ചെയ്തു കൃഷ്ണന്. അവർ ചോദിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമോ കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ, ഗോവർദ്ധന മലയാണ് നമുക്ക് എല്ലാ സപ്ലൈയും തരുന്നത്. നമുക്ക് നന്നായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കിട്ടുന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് വാട്ടർഫാൾസ്, വെള്ളച്ചാട്ടം, അതെയാണ് കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഫലം, അവിടെയാണ് പൂക്കൾ, അവിടെയാണ് ചെടികൾ, പിന്നെ നമ്മുടെ പശുക്കളിന് വേണ്ടിയിട്ട് പുല്ല്, എല്ലാം ഗോവർദ്ധനാണ് തരുന്നത്. ഗോവർദ്ധന മലയെ പൂജിക്കണം. സപ്ലൈസിലെ ഇന്ദ്രനല്ല തരുന്നത്. നമ്മൾ രജോ ഗുണത്തായതുകൊണ്ട് ആ മേഘത്തിലിരുന്ന് മഴ വരുന്നത്. മഴ വന്നാൽ ക്രോപ്സ് എല്ലാം ശരിയാവും, നിങ്ങൾക്ക് കൃഷിയൊക്കെ ശരിയാവും, അതിന് പുല്ലൊക്കെ വരും, പശുക്കൾ കഴിക്കും. ഇതിന് ഇന്ദ്രനെ എന്ത് ചെയ്തു? ഇന്ദ്രന് ഒരു റോളില്ല എന്ന് പറഞ്ഞ് ഒരു പുതിയ ഫിലോസഫി പറഞ്ഞു, കർമ്മമീമാംസം ഫിലോസഫി. എല്ലാം ഹാർഡ് വർക്കാണ്. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി പറഞ്ഞത് കൃഷ്ണനാണ്. ഈ ഗോവർദ്ധൻ ലീലയിൽ തെറ്റായിട്ട് പറഞ്ഞ ഫിലോസഫി വർക്ക് ഇസ് വർഷിപ്പ്, ഹാർഡ് വർക്കാണെന്ന് പറഞ്ഞിട്ട് ആ സിമ്പിൾ ഉണ്ടല്ലേ കമ്മ്യൂണിസ്റ്റിൻ്റെ, വെട്ടുകത്തിയും ഇതും അതെല്ലാം ഹാർഡ് വർക്കായത് കൊണ്ട് നമുക്ക് ആ നെല്ലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റ് കൃഷ്ണനാണ്. തെറ്റായിട്ടുള്ള ഫിലോസഫി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ നേരെ വിപരീതമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു ഫിലോസഫി പറഞ്ഞു, വർക്ക് ഇസ് വർഷിപ്പ്. നിങ്ങളെല്ലാം ഹാർഡ് വർക്ക് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, പശുക്കളൊക്കെ മേയ്ക്കുന്നു, അതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു. നടുക്ക് എന്താ ഇവിടെ ഇന്ദ്രനെ യൂസ്ലെസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മാറ്റി ഈ ഫിലോസഫി പറഞ്ഞു. അപ്പോൾ അവർ പഠിച്ചത് പറയുന്ന പോലെ ചെയ്യാം. അവർക്ക് ഈ റൂൾസും വേദമും അതെല്ലാം ഒന്നും ആവശ്യമില്ല. അവർക്ക് കൃഷ്ണൻ ആവശ്യമാണ്. വളരെ സിമ്പിൾ ഡിവോട്ടീസാണ്. കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യും, കുഴപ്പമില്ല. ഇന്ദ്രന് ദേഷ്യം വന്നെങ്കിൽ കുഴപ്പമില്ല, ഭഗവാനെ സന്തോഷമാണല്ലോ, കൃഷ്ണന് സന്തോഷമാണ്, അത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ലവ്, ഭക്തി ഇസ് ദ ഓൺലി ക്രൈറ്റീരിയൻ. വ്രജവാസികൾക്ക് കൃഷ്ണ ഈസ് ഓൺലി ക്രൈറ്റീരിയൻ. കൃഷ്ണൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നന്ദബാബ തീരുമാനിച്ചു, എൻ്റെ മകനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ മറ്റുള്ള സീനിയറിൽ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാ പലഹാരം അത് ഇതൊക്കെ ചെയ്തത് എല്ലാം ഗോവർദ്ധൻ മലീൻ്റെ മുകളിലിട്ടു. കൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തു. ആ ഫുൾ ഗോവർദ്ധൻ പൂജാന് ചീഫ് ഓർഗനൈസറായിരുന്നു കൃഷ്ണൻ. എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. അതിന് മുകളിൽ മലയിലെ മുകളിൽ ഓഫർ ചെയ്യുമ്പോൾ അവിടെ അരി ഫുള്ള് റൈസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തു. അതിന് കുഴിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഡാല്, സാമ്പാർ, പിന്നെ തൈരിൻ്റെ ഒരു കുളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൃഷ്ണന്. തൈരുടെ കുളം ഉണ്ടാക്കി അവിടെ ആ മലയിൽ. പിന്നെ ഇതെല്ലാം കുമിച്ചു, അങ്ങനെ കുമിച്ച് വെച്ചു. പിന്നെ ഇവരെല്ലാം കാത്തുകൊണ്ടിരിക്കുകയാണ് ഗോവർദ്ധൻ മല എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ചെറിയ ഡൗട്ടായിരുന്നു അവർക്ക്. ആരതി ചെയ്തു. അതിന് മുമ്പ് ഭഗവാൻ തന്നെ ഒരു വലിയ രൂപം എടുത്തിട്ടു. ഞാനാണ് ഗോവർദ്ധന മല
എന്ന് പറഞ്ഞിട്ട് ആ ഗോവർദ്ധൻ മലേൻ്റെ മുകളിൽ ഇരുന്നു. 4 കൈ ഈ ആദിനാരായണനെ പോലെ വലിയൊരു രൂപം എടുത്ത് അവിടെ ഇരുന്നിട്ട് ആ 4 കൈ എടുത്ത് കഴിക്കാൻ തുടങ്ങി. സട്ടനെ എല്ലാം തീർന്നു. പൊട്ടന് ഈ നമ്മുടെ ഒരു ചെറിയ ഈ കരിക്കൊക്കെ എനിക്ക് തരുന്ന പോലെ ഒരു സ്ട്രോ തരുമില്ല, ഇത് ഫിനിഷായി കരിക്ക്. അത് തമിഴ്നാട്ടിലെ കരിക്ക് ഇത്രയേ ഉള്ളൂ, വെള്ളാതിന് എല്ലാം യൂസ്ലെസ്സാണ്. പൂവെന്ന് ചെന്നാൽ ടക്കിന് പോകും, ഫിനിഷാ കരിക്ക്. അങ്ങനെ പോലെ ആ കുളമൊക്കെ തീർത്തു. അവിടെ നിന്ന് ഭഗവാനല്ലേ, അവിടെ നിന്ന് ആ സ്ട്രോ ഭയങ്കര സ്ട്രോ ആയിരിക്കും, ഭഗവാന്റെ സ്ട്രോ ഒന്നും ആവശ്യമില്ല. അവിടുന്ന് കഴിച്ചു. ഈ ചപ്പാത്തികളെല്ലാം മല പോലെ ടക്കടക്കുന്ന വായനകത്ത് പോയി. എല്ലാം ഈ റൈസ് ഗീസ് സാമ്പാർ ഗിമ്പാർ കുളമനം തീർന്നു. അനിയോരാ എനിക്ക് വീണ്ടും ഇനിയും ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ഓടി വീണ്ടും എടുത്തുകൊണ്ട് വന്ന് വീണ്ടും എല്ലാം ടക്കടന്ന് 2 നിമിഷത്തിൽ കഴിച്ചു. അപ്പോൾ വീണ്ടും ഓടിയ. അപ്പോൾ എല്ലാവരും ബലറാമത് ഇത് എത്ര നേരം ഞങ്ങളൊക്കെ ഹെവി ഡ്യൂട്ടിയാണത്, ഇത്ര ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാൻ തന്നിട്ട് തന്നെ 2 ദിവസമായി. ഇത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ബലറാമൻ എടുത്ത് നോക്കുന്നപ്പോൾ ബലരാമൻ ഒരു തുളസി തന്നെ എടുത്തുകൊണ്ട് വായിലിട്ടു. ഹലോ എക്സ്ക്യൂസ് മീ, கொஞ்சம் വായ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ബ്രദറല്ലേ മതി, ഈ ലീല കുറച്ച് കൂടുതൽ ഇൻറ്റൻസാണ്, വായ അടച്ചു. അപ്പോൾ ഭഗവാനെ സാറ്റിസ്ഫൈഡ് ആയി, സമാധാനം. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ പറഞ്ഞു, എല്ലാവരും ഗോവർദ്ധനെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ നമസ്കരിച്ചു. കൃഷ്ണൻ തന്നെ നമസ്കരിച്ചു. കൃഷ്ണ പേയിങ് ഒബേസൻസ് ടു കൃഷ്ണ ഓൺലി. കൃഷ്ണൻ തന്നെ അവിടെ എക്സ്പാൻഷനായിട്ട് ഗോനാന്താണ് ഗോവർദ്ധൻ മല എന്ന് പറയുന്നത്. ആ കൃഷ്ണനക്ക് കൃഷ്ണൻ തന്നെ നമസ്കരിച്ചു. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും നമസ്കരിച്ചു ഗോവർദ്ധൻ മലയിൽ. പിന്നെ പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, പ്രസാദം എല്ലാവർക്കും കൊടുക്കണമെന്ന്, ഫുള്ള് അഖണ്ഡ ഭോജനം എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വൃന്ദാവനവാസികൾ മാത്രമല്ല, ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പശുക്കൾക്കും ആ ചെറിയ ആട് മാട് നായ് എല്ലാവർക്കും പ്രസാദം കിട്ടണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തു. എല്ലാവരും ഇരുന്ന് കഴിച്ചു. നായ് കുട്ടികൾ ആട് എല്ലാവർക്കും കിട്ടി. ഇന്ദ്രന് മാത്രം ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും പ്രസാദം കിട്ടി. ഓൺലി ഫോർ ഇന്ദ്ര നത്തിങ്, 0. അങ്ങനെ ഇന്ദ്രൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഭയങ്കര ദേഷ്യം വന്നു. അരെ വൃന്ദാവനത്തെ നായിക്കൊക്കെ കിട്ടുന്നു, എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവർ യാഗം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യമായിരിക്കും. ഭയങ്കര ദേഷ്യമായി. മുകളിലോട്ട് അങ്ങനെ റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പൈസ്, ഇന്ദ്രൻ്റെ സ്പൈസൊക്കെ അകത്ത് വന്നു. പൈസ ഓരോരുത്തരും ചെന്നിട്ട് അവർ ചോദിക്കുകയാണ്, കണ്ട കൃഷ്ണനെ കണ്ട, എല്ലാം മാറ്റി കൃഷ്ണന്, ഇന്ന് ഇന്ദ്രന് യാഗം നമ്മൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഓരോരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ഇന്ദ്രൻ ആരാണ്? യൂസ്ലെസ് ഫെലോ. ഭഗവാൻ പറഞ്ഞ പോലെ ഇവരും പറയാൻ തുടങ്ങി. ഇതെല്ലാം ഇവർ കേട്ടു. സ്പൈസ്, അയ്യോ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഇന്ദ്രൻ്റെ അടുത്ത്. എന്ത് സംസാരിക്കുന്നറിയാ, നിങ്ങൾ യൂസ്ലെസ് ആണ്, നിങ്ങൾക്ക് ഒരു യാഗവും ഇന്നീ കിട്ടൂല, ഫിനിറ്റോ, ഇറ്റാലിയനിൽ പറയുന്ന പോലെ ഫിനിറ്റോ, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിലൊക്കെ ദേഷ്യം, ഭയങ്കര ദേഷ്യം, ക്രോധം. ഹൗ ഡെയർ യു. അദ്ദേഹം വന്നിട്ട് അഹങ്കാരം കൂടുതലാണ്, എല്ലാം മറന്നുപോയി, ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാം മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരൂ, ഫുൾ ഡ്രസ്സ് ചെയ്യൂ. അല്ല, സ്ത്രീകളെല്ലാം ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട്, പിന്നെ ഗോപന്മാരെല്ലാം ഡ്രസ്സ് ചെയ്ത് പുതിയ ധോത്തിയിട്ട് ടർബനൊക്കെ ഇട്ടുകൊണ്ട് വന്നു. എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു, വണ്ടികളിൽ കയറൂ, നമ്മൾ ഗോവർദ്ധന പരിക്രമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ആടിക്കൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് ആടി പാട്ടുപാടി. ഗോപന്മാരെല്ലാം പാട്ടുപാടി, ഗോപികളെല്ലാം ഓരോരു വണ്ടിയിൽ മാട്ടുവണ്ടിയിൽ വരുന്നപ്പോൾ അവരെല്ലാം പാടി. ആരാണ് ഈ ജീവഗോസ്വാമി ആ പാട്ട് അവരെന്ത് പാടി എന്ന് പറഞ്ഞിട്ട് ഒരു പോയട്രി തന്നെ എഴുതിയിരിക്കുന്നു, ഒരു ഗാനം. അവരെ എല്ലാവരും ചേർത്ത് കൊണ്ട്, ആരാണ് ഗോവർദ്ധൻ മലയുടെ പൂജ ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ പൂത്തനവധം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. അവർ റെസ്പോൺസ് ഒരു സൈഡിൽ. ഇനിയൊരു സൈഡിൽ നിന്ന് അവർ ചോദിക്കും, ആരാണ് ഇന്ദ്രയാഗത്തിന് ഇരുത്തിയത് എന്ന് പറഞ്ഞാൽ ആ അകാസുരവധന ചെയ്തെന്ന് അയാളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പാട്ട് പാടിക്കൊണ്ട് പോവുകയാണ്. കൃഷ്ണൻ്റെ മഹിമയൊക്കെ, കൃഷ്ണൻ്റെ ലീലകളിനെ കുറിച്ചൊക്കെ പാടി. പിന്നെ ഈ ഗോപന്മാരെല്ലാം ജാലിയായിട്ട് കൃഷ്ണൻ്റെ കൂടെ ഡാൻസ് ചെയ്യാണ്. കൃഷ്ണൻ ഓരോരുത്തർ സൂപ്പർവൈസ് ചെയ്യാണ്.
എല്ലാം ശരിയായിട്ട് പോകും. പ്രൊസഷൻ ഡയറക്റ്റൊക്കെ ചെയ്യാൻ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൃഷ്ണന് ഫുൾ ഓർഗനൈസേഷൻ ഫസ്റ്റിലിരുന്ന് ലാസ്റ്റ് വരെ. ഫസ്റ്റ് വന്നിട്ട് ആ പൂജ എങ്ങനെ ചെയ്യണം, ഗോവർദ്ധൻ മലയുടെ പൂജ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധൻ മലയുടെ ആരത്തി നടത്തി. അത് കഴിഞ്ഞ് എല്ലായിടത്തും നമസ്കരിക്കുമെന്ന് പറഞ്ഞു. പരിക്രമ ചെയ്യുന്ന പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ അന്ന് ഫുൾ ഡേ എല്ലാവരും ഫുൾ ഓക്യുപ്പൈഡ് ആയിരുന്നു. എല്ലാവരും തിരിച്ചു പോയി വലിയ സന്തോഷമായിട്ട് ചെന്നിട്ട് ഉറങ്ങി. അടുത്ത ദിവസം തുടങ്ങി. ആര്? ഇന്ദ്രന് മാത്രം സന്തോഷമില്ല. ഇന്ദ്രന് ഭയങ്കര ദേഷ്യമായിട്ട് ഇന്ദ്രൻ തുടങ്ങി. സാമവർത്തക മേഘമ വിളിച്ചു, ആ ഏജൻസിയെ വിളിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഈ വ്രജവാസികളുടെ തലയിൽ ഇടി വീഴുന്ന പോലെ ഇടി മിന്നലും ഭയങ്കര കാറ്റും ഈ സ്റ്റോം എല്ലാം ഇനിഷ്യേഷൻ ചെയ്തു. അതെല്ലാം ചെയ്തിട്ട് അവിടെ വ്രജവാസിയെല്ലാം കൊല്ലണം എന്ന് ഓർഡർ കൊടുത്തു. ഫിനിഷ് ഓൾ ഓഫ് ദം. എനിക്ക് യാഗം ചെയ്യാതെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ശാസ്ത്രികമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ശാസ്ത്രത്തെ പറഞ്ഞിരിക്കുന്നത്. യാഗം ചെയ്യാത്ത ആൾക്കാരെന്ന് അവർ ധ്വംസം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് അവരെല്ലാം ഇടിമിന്നാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതെല്ലാം തുടങ്ങിയപ്പോൾ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുക. ശരി, നമ്മുടെ ഡിയർ ഫ്രണ്ട് ഇന്ദ്ര ആണ് ഇത് ചെയ്യുന്നത്. ഭഗവാൻ അറിയും, കൃഷ്ണൻ അറിയും. പക്ഷെ അങ്ങനെ വളരെ കാഷ്വലായിട്ടിരുന്നു. പക്ഷേ ഇടി മിന്നൽ ആ കാറ്റിൽ ഈ പശുകളും ഈ ഗോപന്മാരും ഗോപികളും അവരെല്ലാം അവരുടെ വീടെല്ലാം ഫുള്ളായിട്ട് വെള്ളമായി ഫ്ലഡായി ഒരു തുമ്പിക്കൈയുടെ അളവിൽ ഓരോരോ ഡ്രോപ്പുമാണ്. ഈ സാമവർത്തക മേഘം എന്ന് പറഞ്ഞാൽ ഒരു റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദു വന്നിട്ട് ഇത്ര വലിയതായിരിക്കും. ഇനിയൊരു ആചാര്യ പറഞ്ഞിരിക്കുന്നത് വാഴയുടെ തണ്ട് ഉണ്ടാവില്ലേ, ആ സൈസായിരുന്നു. 9 inches സൈസ്. വാഴ 9 inches ആവുമല്ലോ. അതിനൊരു വെട്ടി ഒരു 1 feet എടുത്താൽ ഒരു ഡ്രോപ്പ് റെയിൻ ഡ്രോപ്പ് ആ സൈസിലായിരുന്നു. ഒക്കെ വീഴുന്ന അങ്ങനെ ഫുള്ള് വെള്ളമാവും. 1 drop ഈസ് ലൈക്ക് ദാറ്റ്. സാമവർത്തക വന്ന് പ്രളയം നടക്കുന്നപ്പോൾ അങ്ങനെയാണ് മഴ. അങ്ങനെ ഓരോന്നും ഈ പശുക്കളുടെ മുതുകിലങ്ങനെ വീഴുന്നിട്ട് താഴെ വീഴുന്ന ചെറിയ ചെറിയ ഡ്രോപ്സ് ആവും. അവരത് കണ്ടിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെല്ലാം അവർ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാധിക്കില്ല. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ കൃഷ്ണൻ്റെ അടുത്ത് പോയി. കൃഷ്ണനെ കാത്തിരിക്കുകയാണ് വളരെ റിലാക്സ്ഡ് ആയിട്ട്. അത് കുഴപ്പമില്ല, ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആരെ ഇന്ദ്രൻ്റെ കുറിച്ച് നമ്മൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ചെന്നിട്ട് വൃന്ദാവനവാസികളെല്ലാം കൃഷ്ണനടുത്ത് സംസാരിച്ചു. ഇത് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ്റെ ക്രോധമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആലോചന എത്ര ഉള്ളൂ. ആർക്ക്? വൃന്ദാവനവാസികൾക്ക് ചെറിയതായിട്ട് പറഞ്ഞു. കൃഷ്ണൻ ഇന്ദ്രനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഗോവർദ്ധന മലയാണ് എല്ലാം തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഗോവർദ്ധൻ മലയിൽ നമ്മൾ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഡോണ്ട് വറി, ഗോവർദ്ധൻ മല വിൽ പ്രൊട്ടക്റ്റ് യു. വരൂ, എല്ലാവരും നമ്മൾ ഗോവർദ്ധൻ മലയിൽ നിന്ന് അടുത്ത് പോകാമെന്ന്. അപ്പോൾ കൃഷ്ണന് പറഞ്ഞ പോലെ നമ്മൾ പോവാം. അവർക്ക് വേറെ ഒന്നും അറിയില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അറിയൂ. മത്പ്രാണൻ ആത്തസ്തു സായേവനാപരഹ.